അപ്പോൾ ഇന്ന് കുറച്ച് കടുക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക്ക പൊരിച്ചാലോ? കടുക്കാന്ന് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇത് നമ്മുടെ കല്ലുമ്മക്കായ തന്നെയാണ് കേട്ടോ. കടുക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നേരെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. ഇത് അല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി നമ്മൾ ആവി കയറ്റി അതിൻ്റെ വായ തുറപ്പിക്കുക എന്നുള്ളതാണ്. അത് നാടൻ രീതിയിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഷെല്ല് ഓപ്പൺ ആയിട്ട് വരും നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത്. കുറച്ച് നേരം സ്റ്റീം ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഷെല്ല് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് കടുക്കിറച്ചി ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. കടുക്കിറച്ചിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുടൽ നീക്കം ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെ വയറിന് ചിലപ്പോൾ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇനി മസാല പുരട്ടാൻ പോവാണ്. അതേ ബേസിക് ആയിട്ടുള്ള മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കടുക്കയിലൊന്നും 10 മിനിറ്റിലധികം മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കുന്ന കടുക്ക തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഇട്ട് ഈ പൊരിച്ച കടുക്കയും കൂടി ചേർത്ത് നമ്മുടെ കടുക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റു വിശേഷം